എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം തന്നെയല്ല എല്ലാവർക്കും. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനലിൽ ഇന്ന് വരെ വരാത്തൊരു വീഡിയോ ആണ് കേട്ടത്. കാരണം കുറച്ച് ബ്രേക്ക്ഫാസ്റ്റുകൾ മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വിനീത പറഞ്ഞിട്ടുണ്ടായിരുന്നു ലഞ്ച് ബോക്സ് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാൽ ലഞ്ച് ബോക്സ് വീഡിയോയ്ക്ക് പകരമായിട്ട് ഞാൻ ഫസ്റ്റ് തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് വന്ന് പിടിക്കാമെന്ന് വിചാരിച്ചു. അടുത്ത ആഴ്ച നമുക്ക് ലഞ്ച് ബോക്സ് എടുക്കാമല്ലോ. സ്കൂളിലേക്ക് മിക്കപ്പോഴും അമ്മമാർ കുട്ടികൾക്ക് കൊടുത്തയക്കുക ദോശ, ചപ്പാത്തി ഐറ്റംസ് ഒക്കെ ആയിരിക്കും അല്ലേ. അതേപോലെ ഞാൻ 2 ദിവസം ദോശയും ഇഡ്ഡലിയും കൊടുത്തയച്ചതിന് ശേഷമാണ് അടുത്ത കലാപരിപാടിയിലേക്ക് കടന്നിട്ടുള്ളത് കേട്ടോ. ഇപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഊത്തപ്പാണേ. ഊത്തപ്പം എൻ്റെ ഒരു ഫേവറേറ്റ് ആണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഏത് ഹോട്ടലിൽ ചെന്നാലും വെജ് ഹോട്ടലാണെങ്കിൽ അവിടെ ഊത്തപ്പം ഉണ്ടെന്ന് വെച്ചാൽ, വെജ് ഹോട്ടലിൽ നിന്നല്ല നോൺ വെജ് ആണെങ്കിൽ ഊത്തപ്പം ഉണ്ടെന്ന് വെച്ചാൽ ഞാനത് കഴിക്കാറുണ്ട് കേട്ടോ. തൃശ്ശൂർ ഭാരതിൽ ഊത്തപ്പം കിട്ടും. അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, ഇന്ന് വരെ ഞാൻ എവിടെ നിന്നും കഴിച്ചിരുന്ന് ആ ഒരു ടേസ്റ്റിൽ എനിക്ക് ഊത്തപ്പം കിട്ടിയിട്ടില്ല കേട്ടോ. സാധാരണ ദോശമാവ് തന്നെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഇതാ സബോള, തക്കാളി, മല്ലിയില എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ അത് ചേർത്തിട്ടില്ല. മുളക് ഇട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ വേപ്പില ഇട്ടിട്ടുണ്ട്. ഇത്രയും ചേർത്തുകൊണ്ടാണ് ഊത്തപ്പം ഉണ്ടാക്കിയിട്ടുള്ളത്. ക്യാരറ്റൊക്കെ അരിഞ്ഞ് ചേർക്കാവുന്നവർക്ക് അത് ചേർക്കാം കേട്ടോ. പക്ഷേ എൻ്റെ കയ്യിൽ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഞാനത് ചേർത്തിട്ടില്ലേ. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നെയ്യും കൂടെ ചേർത്തിട്ട് കൊടുക്കും. അപ്പോഴാണ് ആ ഒരു രുചി കറക്റ്റായിട്ട് കിട്ടുക കേട്ടോ. നമ്മൾ നെയ്യ് ചേർക്കാണ്ടുള്ള ഉത്തപ്പം കഴിക്കുന്നവർക്കും നെയ്യ് ചേർത്തിട്ടുള്ള ഉത്തപ്പം കഴിക്കുന്നതും തമ്മിലുള്ള ഒരുപാട് വ്യത്യാസം ഇത് രണ്ടും കഴിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ സിമ്പിളായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റുകളാണെങ്കിലും കുട്ടികൾക്ക് വെറൈറ്റി ആയിട്ട് കൊടുത്തയക്കുമ്പോൾ അവർക്കതൊരു സന്തോഷമുള്ള കാര്യം തന്നെയാണ്. പലരും ബ്രേക്ക്ഫാസ്റ്റ് വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഒരു ദിവസം തന്നെ 5-6 ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ കാണിക്കുന്നവരുണ്ട് കേട്ടോ. എനിക്കത് ഉണ്ടാക്കിയാൽ മുതലാവില്ല. കാരണം ഇവിടെ കഴിക്കാൻ ഞങ്ങൾ 3 ആളേ ഉള്ളൂ. ഏട്ടനൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ പിന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ടാക്കാം. ഇപ്പോൾ 1-2 ഒക്കെ ഉണ്ടാക്കിയാലും കഴിക്കാൻ ആളുണ്ടെന്ന് വിചാരിക്കാം. നമ്മളിപ്പോൾ ഇത് എണ്ണം കൂടി ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ആർക്കും അങ്ങനെ പോവില്ല. എത്രയെന്ന് വെച്ചിട്ട് നമ്മളിങ്ങനെ എന്താ പറയുക കഴിക്കുക, അതിനൊരു ലിമിറ്റ് ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരാഴ്ചക്കിൽ ഉണ്ടാക്കുന്നത് ആക്കി കാണിക്കാമെന്ന് വിചാരിച്ചു. ഇനി അങ്ങോട്ടേക്ക് നമ്മുടെ വ്ളോഗിൽ ഇങ്ങനെ ഉൾപ്പെടുത്താം കേട്ടോ, ഒരാഴ്ച നമ്മൾ എന്തൊക്കെ ഉണ്ടാക്കി എന്നുള്ളത്. അതിൻ്റെ കൂടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്ത് അങ്ങനെയും പോവാമല്ലോ. ഞാൻ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ട്. എന്താണെങ്കിലും നമ്മുടെ ചാനലിൽ എന്തോ പറ്റിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇന്നലെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒന്നിനും തോന്നുന്നില്ല. കാരണം നമ്മളൊരു കാര്യത്തിലേക്ക് ഇറങ്ങി തിരിച്ചിട്ട് അതിന് വേണ്ടതായിട്ടുള്ള റിസൾട്ട് നമ്മൾ ചാനൽ തുടങ്ങിയിട്ട് 2 വർഷം ആവാനാണ് പോകുന്നത്. എനിക്ക് തോന്നുന്നു നവംബറൊക്കെ ആകുമ്പോൾ 2 വർഷം, അതായത് കുത്തിപ്പൊക്കി എടുത്തിട്ട് പാവിൻ്റെ ചാനലിൽ വന്ന് വീണ്ടും നമ്മൾ കുത്തിപ്പൊക്കി എടുത്തിട്ട് നവംബറിലേക്ക് 2 വർഷം ആവും. എന്നിട്ടും നമുക്ക് വേണ്ടത്ര റീച്ചിരിക്കുകയോ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ വല്ലാണ്ട് അങ്ങനെ എന്താ പറയുക വല്ലാണ്ട് ആഗ്രഹിക്കണമൊന്നുമില്ല. എന്നാലും നമുക്ക് അർഹിക്കുന്ന ഒരു അംഗീകാരം എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ, അത് കിട്ടാണ്ടാകുമ്പോൾ എല്ലാവർക്കും ഒരു സങ്കടം ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ആ ഒരു സങ്കടം ഉണ്ട്. നമുക്ക് മറ്റുള്ള പ്ലാറ്റ്ഫോമിലൊന്നും വലിയ കുഴപ്പമില്ല, പക്ഷേ യൂട്യൂബിൽ അത് കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് താനും. ഇനിയിപ്പോൾ എല്ലാം വരണ പോലെ വരട്ടെ, അങ്ങനെ പ്രതീക്ഷിച്ചിട്ട് മുന്നോട്ട് പോവാല്ലേ. നമുക്ക് എന്താ പറയുക, ചിലരുടെയൊക്കെ വിധി അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ ഒന്നാമത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുള്ള ഊത്തപ്പം ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ദിവസത്തിലേക്ക് കടന്നാലോ. ഇത് സാധാരണ ആരും ഉണ്ടാക്കാത്ത ഒരു ഐറ്റമാണ് കേട്ടോ. കാരണം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടപ്പോൾ കുറേ പേര് ഇതിൻ്റെ റെസിപ്പി എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ മഞ്ഞച്ചോറാണ്. നമ്മുടെ ചാനലിൽ ഇതിനു മുന്നേ ഞാനിത് ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാവരും ചാനൽ കാണാത്തവരാണ്, അതുകൊണ്ട് തന്നെ അവർക്ക് അതിനെക്കുറിച്ച് അറിയില്ല. ഷോർട്സ് ആണെങ്കിലും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇൻസ്റ്റാഗ്രാമിലും ഞാൻ റീലാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതവർ കാണാത്തത് കൊണ്ടായിരിക്കാം. അപ്പോൾ റെസിപ്പി കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. വീണ്ടും ഞാനതിൻ്റെ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്യാണ്. ഇത് ഞാൻ സാധാരണ ആരും ഉണ്ടാക്കാത്തതെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നമ്മുടെ ചാനൽ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ആരെങ്കിലും ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിലേ ഉണ്ടായിരിക്കുള്ളൂ. കാരണം ഇതെൻ്റെ അമ്മയുടെ ഒരു സ്പെഷ്യലായിട്ടായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പണ്ട് ഞങ്ങൾ സ്കൂളിലേക്ക് പോകുമ്പോൾ അമ്മ എനിക്ക് ഉണ്ടാക്കി തരും കേട്ടോ. എനിക്കും ചേട്ടനൊക്കെ ഉണ്ടാക്കി തരണ ഒരു വിഭവമാണിത്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് വിഭവം മാത്രമല്ല, ഉച്ചയ്ക്ക് ലഞ്ചിനാണെങ്കിലും ഡിന്നറിനാണെങ്കിലും ഒക്കെ എടുക്കാം കേട്ടോ. കാരണം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്, ഇവിടെ പിള്ളേർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. എണ്ണ ഒഴിക്കുക, കടുക് പൊട്ടിക്കുക, വേപ്പില ഇടുക. ആ സമയത്ത് തന്നെ മഞ്ഞൾപ്പൊടി ഇടുക, മുളക് പൊടി ഇടുക. മുളക് പൊടി ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പേരിന് മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇതിലേക്ക് അധികം എരിവായാൽ നമുക്കതിൻ്റെ ഒരു ടേസ്റ്റ് കറക്റ്റ് കിട്ടില്ല. പിന്നെ തീ കുറച്ച് വെച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതെല്ലാം മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കുക. തൈരിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇടുക. ഞാൻ ഈ വീഡിയോ എടുത്തതിൽ മഞ്ഞൾപ്പൊടി ഇടുന്നതും മുളക് പൊടി ഇടുന്നതായിട്ടുള്ള ഭാഗം കട്ടായി പോയിട്ടുണ്ട്. ഏട്ടൻ അന്നേരത്തെ ഫോം വിളിച്ചപ്പോൾ അത് കട്ടായി പോയതാണ് കേട്ടോ. അപ്പോൾ തൈര് നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ ചോറ് തട്ടിയിട്ടുണ്ട്. വേണമെങ്കിൽ ഞാൻ
വീണ്ടും ഒരു വട്ടം കൂടെ ഫുള്ളായിട്ടുള്ള വീഡിയോ ആഡ് ചെയ്യാൻ നമ്മൾ എന്തായാലും ഇനി നമ്മൾ വീണ്ടും ഇതൊക്കെ തന്നെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന സമയങ്ങളുണ്ടായിരിക്കും. അപ്പം ഞാൻ ശരിക്കായിട്ട് കാണിച്ചു തരാം കേട്ടോ. ഈ തൈരിലേക്ക് നമ്മൾ നമ്മുടെ ചോറ് ഇട്ടു, ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഉപ്പ് ഇടുമ്പോൾ ശ്രദ്ധിക്കണം, ഉപ്പ് ഇത്തിരി പൊന്തി നിൽക്കാൻ, അതായത് ചോറിനും തൈരിനും ആവശ്യമായിട്ടുള്ള ഉപ്പിടാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പം ഈ കാണുന്ന കൺസിസ്റ്റൻസിയിലല്ല നമ്മുടെ ഈ ഒരു ചോറ് ഇരിക്കേണ്ടായിരിക്കുക, ഇത്തിരി കൂടെ ഡ്രൈ ആയിരിക്കും. അതായത് നമ്മൾ സിമ്മിലിട്ടിട്ട് നന്നായിട്ട് ആ തൈര് വറ്റിച്ചെടുക്കണം. ചോറിലേക്ക് നന്നായിട്ട് പിടിച്ചു വരുന്ന രീതിയിൽ തൈര് നമ്മൾ വറ്റിച്ചെടുക്കണം കേട്ടോ. മഞ്ഞച്ചോറിൻ്റെ റെസിപ്പി ഞാൻ ഒന്നും കൂടി ഇടാം. ഏട്ടൻ്റെ കോൾ വന്നതുകൊണ്ടാണ് നമുക്കത് മുഴുവൻ കിട്ടാഞ്ഞത്. ഞാൻ ആ നേരത്തെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല, ഇപ്പോഴാണ് അത് കാണുന്നത് തന്നെ കേട്ടോ. ഇത് നമ്മൾ പിറ്റേ ദിവസത്തെ വിഭവമാണ് കേട്ടോ. അതായത് പിറ്റേ ദിവസം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ്. ഇന്ന് നമ്മൾ പനിയാരാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് പായുവിൻ്റെ ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. പായിന് ഭയങ്കര ഇഷ്ടമായ ഒരു സംഭവം. ദോശമാവൊക്കെ കൂടുതൽ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ 4 മണി സമയത്തൊക്കെ ഇത് പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. ഇത് ഉണ്ടാക്കാനും വളരെ സിമ്പിളാണ്. നമ്മൾ കടുക് പൊട്ടിക്കുന്നു, ഉഴുന്ന് പൊട്ടിക്കുന്നു, സബോള, ഇഞ്ചി, പച്ചമുളക്, വേപ്പില ഇതെല്ലാം ഞാൻ നമ്മുടെ ചോപ്പറിലിട്ടിട്ട് നന്നായി കുനുകുനായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് വാട്ടിയെടുക്കുക, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട്. ഈ ഒരു കൂട്ട് നമ്മൾ നമ്മുടെ ദോശമാവിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്യുക. ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി ഉണ്ടല്ലോ, അതെടുക്കാം കേട്ടോ. കുറേ നാൾ നമ്മൾ എടുത്തേക്കുന്നതായിരിക്കില്ല ഈ ഒരു സംഭവം. നമുക്ക് സ്പെഷ്യലൊക്കെ ആയിട്ടുള്ള സമയങ്ങളിൽ മാത്രമേ നമ്മൾ ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കാറുള്ളൂ, അല്ലാണ്ട് ഉപയോഗിക്കില്ലല്ലോ. പക്ഷേ ഈ പനിയാരൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് എന്തായാലും ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി ആവശ്യം വരും കേട്ടോ. അങ്ങനെയെങ്കിൽ അതൊന്ന് ഉപയോഗിച്ച് മുതലാക്കാമല്ലോ. പക്ഷേ ഉണ്ണിയപ്പത്തിന് ഒഴിക്കുന്ന പോലെ എണ്ണ വാരിക്കോരി ഒഴിക്കരുത്, കുറച്ച് ഒഴിച്ചാൽ മതി കേട്ടോ. 1/2 ടീസ്പൂണൊക്കെ വെച്ചിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഇല്ലാണ്ട് നമുക്കത് ഉണ്ടാക്കാനൊക്കെ സാധിക്കും. എൻ്റെ കയ്യിൽ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് എനിക്കത് പിടിക്കൊന്നുമില്ല. പക്ഷേ എനിക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ടാക്കുന്ന പനിയാരാണ് ടേസ്റ്റായിട്ട് കൂടുതലായിട്ട് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ എണ്ണ ഒഴിച്ചിട്ട് ഞാൻ ഉണ്ടാക്കാറുള്ളത് കേട്ടോ. ഈ ഉണ്ണിയപ്പച്ചട്ടി എടുത്തിട്ട് എപ്പം ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ടെങ്കിലും എനിക്ക് ഓണം വന്നൊരു ഫീല് തോന്നാറുണ്ട് കേട്ടോ. കാരണം ഓണത്തിൻ്റെ സമയത്താണ് നമ്മൾ ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കാറുള്ളത്, അല്ലാണ്ട് നമ്മൾ ഉണ്ടാക്കൽ തന്നെയല്ല കേട്ടോ. അപ്പോൾ എനിക്ക് അങ്ങനെയൊക്കെ തോന്നും. ഞാൻ നേരത്തെ പറഞ്ഞോന്ന് എനിക്ക് ഓർമ്മയില്ല. ഇൻസ്റ്റയിൽ ഞാൻ സ്റ്റോറി ഇട്ടപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ അതിൻ്റെ റെസിപ്പി പറഞ്ഞു കൊടുക്കാൻ വേണ്ടി വന്നത് നമ്മുടെ മഞ്ഞച്ചോറിൻ്റെയും അതേപോലെ തന്നെ എന്തായിരുന്നു റവ ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതും ഒട്ടുക്കാത്ത ടേസ്റ്റാണ് കേട്ടോ ആ ഒരു സംഭവം. അതിൻ്റെ രണ്ടിൻ്റെയും റെസിപ്പി ആൾക്കാർ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ ഈ പനിയാരം എന്ന് പറയുന്ന സംഭവം നമ്മുടെ തട്ടുകടയിലൊക്കെ ഇരിക്കേണ്ടായിരിക്കും, ചായക്കടകൾ ഉണ്ടായിരിക്കുമല്ലോ. അവിടെയൊക്കെ കാലത്ത് നമ്മൾ പോയിട്ടുണ്ടെന്ന് വെച്ചാൽ അവിടെയൊക്കെ ഇനി ഇരിക്കേണ്ടായിരിക്കും കേട്ടോ. പക്ഷേ എൻ്റെ ഫ്രണ്ട്സിന് അതൊന്നും പേര് കേട്ടിട്ടും കൂടിയില്ല. അവർക്കൊരു അത്ഭുതം പോലെയാണ് കേട്ടോ അതൊക്കെ. നമ്മുടെ ചാനലിൽ തന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ പണ്ടൊക്കെ ഇത് ഉണ്ടാക്കുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. സംഭവം ഈ വീഡിയോ എഡിറ്റ് ചെയ്യാനിരിക്കുമ്പോൾ എനിക്കൊരു സന്തോഷമൊക്കെ ഉണ്ട് കേട്ടോ. കാരണം എനിക്ക് എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് കാണിക്കാൻ പറ്റി എന്നുള്ളൊരു ഫീലിംഗ് എനിക്ക് തോന്നുന്നുണ്ട്. എന്നും നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് അങ്ങനെ കാര്യം നമുക്ക് അടുക്കള തന്നെയേ കാണിക്കാനുള്ളൂ. പക്ഷെ എന്നിരുന്നാൽ കൂടിയിട്ട് ഒരു വെറൈറ്റി ആയിട്ട് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനും പറ്റുന്നുണ്ട്, എൻ്റെ കാര്യങ്ങൾ എനിക്ക് പറയാനും സാധിക്കുന്നുണ്ട്. എന്നാൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് ഇങ്ങനെ ഒരു വെറൈറ്റി ആയിട്ട് ഇങ്ങനെ കാണിക്കാനും സാധിക്കുന്നുണ്ട്. ഇതൊരു നല്ല സംഭവം തന്നെയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഈ വീഡിയോ എത്ര പേര് കാണുന്നു എന്ന് എനിക്കറിയില്ല, എന്നാലും കാണുന്ന ആരെങ്കിലും പറയണം വീഡിയോ നന്നായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. സാധാരണ ലൗച്ചിനെ അടിച്ച് പോകുന്ന ആ ഒരു കലാപരിപാടി ഒന്ന് സ്റ്റോപ്പ് ചെയ്യണം കേട്ടോ. കാരണം അത് നമുക്ക് അതുകൊണ്ടൊരു പുഷിങ് കിട്ടണില്ല. ഞാൻ ലൈവിൽ വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദയവ് ചെയ്ത് നിങ്ങൾ ലൗച്ചിനെ അടിച്ച് പോകാതെ എന്തെങ്കിലും ഒരു ഗവൺമെൻറ്റെങ്കിലും അടിക്കാൻ ശ്രമിക്കണം കേട്ടോ, റിക്വസ്റ്റാണ്. ഇതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന റവ ഇഡ്ഡലി. ഇതിൻ്റെ റെസിപ്പി നമ്മുടെ ചാനലിൽ ആദ്യമൊക്കെ കിടക്കുന്നുണ്ട്. നമ്മളിതുപോലെ ഒരു ഡേ ഇൻ മൈ ലൈഫിലോ മറ്റോ ഞാനിത് ഉണ്ടാക്കിയിട്ട് കാണിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളിതുപോലെ ഇടയ്ക്കും തലക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയാണ്. ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത് 1.5 കപ്പ് റവയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന തൈരിന് നല്ല പുളി ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ കുറച്ച് മതിയായിരുന്നു കേട്ടോ. നിങ്ങൾ തൈരിൻ്റെ പുളിക്ക് അനുസരിച്ചിട്ട് മാത്രമേ ഇത് ചേർക്കാൻ പാടുള്ളൂ. ഭയങ്കര ടേസ്റ്റിയാണ് ഈ ഒരു വിഭവം എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്കത് കാലത്ത് ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും. എന്നും ദോശ, ഇഡലി, ഇതൊരു ഇഡലി ആണെങ്കിൽ കൂടിയിട്ട് നമ്മുടെ മറ്റേ ഇഡലിയുടെ ഒരു സാമ്യതയില്ല. ഷേപ്പിൽ മാത്രമേ ഉള്ളൂ. ടേസ്റ്റ് രണ്ട് ധ്രുവത്തിൽ നിൽക്കുന്ന ഒരു ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇത് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആദ്യം ഈ ബാറ്റർ ഉണ്ടാക്കി വെച്ചതിന് ശേഷം മാത്രം ഇതിൻ്റെ മസാല തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആ തൈര് ഒഴിച്ച് ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ദോശമാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ ആ ഒരു രീതിയിൽ ആക്കുകയാണ്. പക്ഷേ ഇത് റവ ആയതുകൊണ്ട് ഈ വെള്ളം മൊത്തം കുടിക്കും. പിന്നെ നമ്മൾ കുറച്ച് വെള്ളം കൂടിയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും കേട്ടോ. ആ ബാറ്റർ നമ്മൾ നന്നായി മിക്സ് ചെയ്തിട്ട് അതങ്ങോട്ട് മാറ്റി വെച്ചേക്കാം. പുളി നമുക്ക് ആ ഒരു റവയിലേക്കൊക്കെ പിടിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്.
അത് കഴിഞ്ഞാൽ നമ്മളൊരു പാൻ എടുക്കുക, അതിലേക്ക് കടുക് ഇടുക, കടുക് പൊട്ടിക്കുക, സബോള ഇടുക, വേപ്പില ഇടുക, വേറെ ഒന്നും ഇടണ്ട കേട്ടോ, കാരണം അതൊരു ടേസ്റ്റ് ഉണ്ടായിരിക്കില്ല. മല്ലിയില നമുക്ക് ചേർക്കാൻ പറ്റും, പക്ഷെ അത് ഇതിലല്ല, നമ്മുടെ ആ ഒരു ബാറ്റർ ഉണ്ടല്ലോ അതിലേക്ക് നമുക്ക് മല്ലിയില ചേർക്കാനും പറ്റും കേട്ടോ. ഉഴുന്ന് പൊട്ടിച്ചിട്ടുണ്ട്. സബോളയുടെ ആ ഒരു പച്ചമണം നന്നായിട്ട് മാറണ വരെ നമ്മൾ വാട്ടിയെടുക്കണം. എന്തായാലും ഒരു 5-10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ഒരു എന്താ പറയുക ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കി എടുക്കാൻ സാധിക്കും കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, വളരെ സിമ്പിളാണ്. പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാവാനും ചാൻസ് ഉണ്ട്. ഈ പുളിയൊക്കെ ഇഷ്ടപ്പെടുന്ന പിള്ളേർക്ക് ഉണ്ടാവില്ലേ, ഇവിടെ എല്ലാവർക്കും പുളിനോടൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ വക എന്താ പറയുക ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പായുവിന് കാലത്ത് മധുരം കഴിക്കാനേ പറ്റില്ല. അവൾക്ക് മധുരം കഴിച്ചാൽ പിന്നെ ഒരു തലകറക്കം, ഛർദി, അല്ലെങ്കിൽ ഒരു മാതിരി എന്താ പറയുക തലയൊക്കെ ഇങ്ങനെ ഒരു പൊന്താത്ത അവസ്ഥ, അങ്ങനെ മത്ത് പിടിക്കാന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെ ഉണ്ട്. മുപ്പൾക്ക് അത് പറ്റില്ല കാലത്ത് തന്നെ മധുരടിച്ച് കയറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് എല്ലാവർക്കും ഇഷ്ടമാവുന്ന രീതിയിൽ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിന് മുന്നും, ഞാൻ ഓരോ തട്ട് വെച്ചിട്ടാണ് വേവിച്ചെടുക്കുക. എനിക്ക് എല്ലാം കൂടെ ഇട്ട് വെക്കാനുള്ളൊരു ധൈര്യമില്ല. പണ്ടൊരിക്കൽ വെച്ചിട്ട് ഇതുപോലെ വെള്ളം കയറിയിട്ടൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലേ ഓൾറെഡി. അപ്പോൾ അത് കാരണം ഞാനിങ്ങനെ കുറച്ച് ആക്കിയിട്ടാണ് വെക്കുക. നിങ്ങൾക്ക് ധൈര്യമുള്ളവർക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ ഇഡ്ഡലി കുക്കറിന് വലിയ കുഴപ്പമൊന്നുമില്ല എന്നുള്ളവർക്ക് ഒരുമിച്ച് വെച്ചിട്ട് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് തക്കാളി ചമ്മന്തിയാണല്ലേ. നമ്മൾ ഇത്രയും കാണിച്ച ബ്രേക്ക്ഫാസ്റ്റിലൊന്നും കറികളൊന്നും അങ്ങനെ കാണിച്ചില്ലല്ലോ. അപ്പോൾ ആദ്യമായിട്ടാണ് കറി കാണുന്നത് അല്ലേ. ഇനി ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ബ്രേക്ക്ഫാസ്റ്റ് വീട്ടിൽ കാരണവന്മാരൊക്കെ ഉണ്ടാകുമ്പോൾ നടക്കുമെന്നൊന്നും എനിക്കറിയില്ല, ഭർത്താവ് ഉണ്ടെങ്കിൽ നടക്കുമെന്ന് എനിക്കറിയില്ല. അച്ഛനും അമ്മയും മക്കളൊക്കെ ആയിട്ട് താമസിക്കുന്നവർക്ക് വലിയ സീൻ ഉണ്ടായിരിക്കില്ല. പക്ഷേ ഇവിടെ ഏട്ടൻ കഴിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഡൗട്ട് ഉണ്ട് കേട്ടോ. എന്തായാലും ഞങ്ങൾ അമ്മയുടെയും മക്കളുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് അവിൽ നനയ്ക്കുക എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണല്ലേ. അവിലല്ല, നാളികേരം ഒന്ന് ചെരുക്കിയെടുക്കണം എന്നുള്ള ഒരു പ്രയാസം മാത്രമേ ഉള്ളൂ. അതും എന്നെ സംബന്ധിച്ച് മറ്റുള്ളവർക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നാൻ വഴിയില്ല. എനിക്ക് ഇരുന്നിട്ടൊക്കെ ആക്കണമല്ലോ, അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്, അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പം നമ്മൾ അവിലിതാ അധികം മധുരം ഇടാണ്ട്, പായിന് ഞാൻ പറഞ്ഞില്ലേ വല്ലാണ്ട് മധുരം ഇട്ടാൽ അവൾക്ക് അത് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പേരിന് മാത്രം കുറച്ച് മധുരം ഇട്ടിട്ടുള്ളൂ, വല്ലാണ്ട് ആക്കി അവൾ കഴിക്കുകയില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് അവിൽ നനച്ചതാണ്. അപ്പോൾ ഈ ഒരാഴ്ച നമ്മൾ ഉണ്ടാക്കിയത് ആദ്യം ഇഡ്ഡലി ഉണ്ടാക്കി, ദോശ ഉണ്ടാക്കി, ഊത്തപ്പം ഉണ്ടാക്കി, പനിയാരം ഉണ്ടാക്കി. അതോടുകൂടി എൻ്റെ ദോശമാവ് അവസാനിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മഞ്ഞച്ചോറ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ നമ്മൾ എന്താ ഉണ്ടാക്കിയത്, റവ ഇഡ്ഡലി ഉണ്ടാക്കി, അവിൽ നനച്ചു. അതോടുകൂടി നമ്മുടെ ഈ ഒരാഴ്ചക്കലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വീണ്ടും അടുത്ത ആഴ്ചക്കലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോ ഞാൻ ഇതേപോലെ ആഡ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ വിളക്കണക്കാൻ സമയമായിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ.